മഹത്വത്തിൻ സാന്നിധ്യം, ദൈവവചനത്തിൻ അഭിഷേകം, മഹിമയിൽ വാണിടും യേശു കർത്താവിന്റെ സാന്നിധ്യം. വചനം ധ്യാനിക്കുമ്പോൾ ഹല്ലേലൂയ. യേശുക്രിസ്തുവിൽ പ്രിയപ്പെട്ടവരെ, മഹത്വത്തിൻ സാന്നിധ്യം ഈ ശുശ്രൂഷയിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുവന്ന കർത്താവിൻ്റെ കൃപയും സമാധാനവും നിങ്ങൾക്കേവർക്കും ആശംസിക്കുകയാണ്. 119 സങ്കീർത്തനം 18 തിരുവാക്യം സങ്കീർത്തകന്റെ മനോഹരമായ പ്രാർത്ഥനയാണ്. കർത്താവേ, അങ്ങയുടെ പ്രമാണങ്ങളുടെ വൈശിഷ്ട്യം ദർശിക്കാൻ എൻ്റെ കണ്ണുകളെ തുറക്കണമേ. ദൈവവചനത്തിൻ്റെ മർമ്മങ്ങൾ ഗ്രഹിക്കുവാൻ നമുക്ക് കഴിയണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ കണ്ണുകൾ പ്രകാശിതമാകണം. സങ്കീർത്തകനോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം. വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക്, ദൈവവചനത്തിൻ്റെ രഹസ്യങ്ങൾ അറിയുവാൻ, വചനത്തിൻ്റെ മർമ്മങ്ങൾ ഗ്രഹിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ പ്രമാണങ്ങളുടെ വൈശിഷ്ട്യം ദർശിക്കാൻ ഞങ്ങളുടെ കണ്ണുകളെ തുറക്കണമേ. പ്രിയ സഹോദര സഹോദരി, കർത്താവ് നിന്റെ ജീവിതത്തിൽ ഇടപെടുവാൻ കടന്നു വരുന്ന സമയമാണിത്. സകല ഭാരങ്ങളെയും അവിടുത്തെ ബലമുള്ള കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. ഇത് അത്ഭുതത്തിന്റെ സമയമാണ്. ദൈവകൃപ നമ്മിലേക്ക് നിറഞ്ഞൊഴുകുന്ന സമയം. ഒരു നിമിഷം നമ്മളായിരിക്കുന്നിടത്ത് എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നു. നമ്മുടെ മധ്യയുള്ള കർത്താവിന്റെ സാന്നിധ്യം അനുഭവിച്ച് വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തിയൊരു കുടുംബമായി നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവിന്റെ വചനത്താൽ നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുവാൻ, കർത്താവിന്റെ ചങ്കിലെ ചോരയാൽ നമ്മൾ കഴുകപ്പെടുവാൻ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, അത്ഭുതങ്ങളും അടയാളങ്ങളും നൽകണമേ. പരിശുദ്ധാത്മാവേ, മാനസാന്തരങ്ങൾ നൽകണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. പരിശുദ്ധാത്മാവേ, ഹൃദയങ്ങളെ തുറക്കണമേ. രോഗികളെ സുഖപ്പെടുത്തണമേ. കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ അടിച്ച് ആത്മാവിൽ നിറഞ്ഞ് നമ്മൾ പാടി പ്രാർത്ഥിക്കുകയാണ്. സ്വർഗം തുറന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് 10,000ങ്ങളിൽ കത്തിപ്പടരുന്ന സമയം. കം ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവേ വരിക. കൃപയുടെ ആത്മാവായി, അനുഗ്രഹത്തിന്റെ ആത്മാവായി, വചനത്തിന്റെ ആത്മാവായി ഞങ്ങളിലേക്ക് നിറഞ്ഞൊഴുകണമേ. കം കം ഹോളി സ്പിരിറ്റ്. നമ്മൾ ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. ഓ പരിശുദ്ധാത്മാവേ, പെരുമഴ പോലെ പെയ്തിറങ്ങണമേ. മഴയായി പെയ്യട്ടെ. ആദിമസഭയുടെ കൂട്ടായ്മയിൽ ആത്മാവിൻ തീമഴ പെയ്തതുപോ ഞങ്ങളെ കുടുംബങ്ങളെ ഉണർത്തണമേ. ഞങ്ങളുടെ സമൂഹങ്ങളെ വിശുദ്ധീകരിക്കണമേ. എല്ലാവരും ഒരുമിച്ച് ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. ഹല്ലേലൂയ. കർത്താവേ, ഹൃദയങ്ങളെ തുറക്കണമേ, കെട്ടുകളെ പൊട്ടിക്കണമേ. വചനം ഘോഷിക്കും ഈ വേളയിൽ
നിന്നാമം പാടും ഈ കൂട്ടായ്മയിൽ. വരിക വരിക പരിശുദ്ധാത്മാവേ, നിന്നാമം. കരങ്ങൾ ഉയർത്തിയടിച്ച് എല്ലാവരും. ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. മഴയായി പെയ്യട്ടെ. ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. കർത്താവേ, അത്ഭുതങ്ങളും അടയാളങ്ങളും ഞങ്ങൾക്ക് നൽകണമേ. കം കം ജീസസ്. കാറ്റായി വീശട്ടെ, കാറ്റായി വീശട്ടെ. തീയായി കത്തട്ടെ. ഗ്ലോറി. കം കം ഹോളി സ്പിരിറ്റ്. മഴയായി പെയ്യട്ടെ, മഴയായി പെയ്യട്ടെ. മഴയായി പെയ്യട്ടെ. ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക്, ഞങ്ങളുടെ കൂട്ടായ്മകളിലേക്ക്, ദേശദേശാന്തരങ്ങളിലേക്ക്, ലോകം മുഴുവനിലേക്കും പരിശുദ്ധാത്മാവേ പെരുമഴ പോലെ പെയ്തിറങ്ങണമേ. കം ഹോളി സ്പിരിറ്റ്. ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി ജീവിക്കുന്ന കർത്താവിന്റെ തിരുനാമം വിളിച്ച് ഒരു കുടുംബമായി നമ്മൾ ഒരുമിച്ച് സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങളുടെ ദൈവമേ, കരങ്ങൾ നീട്ടണമേ. ഈ സ്തുതി ആരാധനയിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന ജനലക്ഷങ്ങളെ അനുഗ്രഹിക്കണമേ. പാപക്കെട്ടുകളെ പൊട്ടിക്കണമേ. ശാപബന്ധനങ്ങളെ തകർക്കണമേ. രോഗമുഖങ്ങൾ ഒടിക്കണമേ. ഹൃദയ കഠിനതകളെ മാറ്റണമേ. കുടുംബങ്ങളെ, കൂട്ടായ്മകളെ, സമൂഹങ്ങളെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ, തകർന്നു വന്നിരിക്കുന്ന, നിരാശയോടെ കടന്നു വന്നിരിക്കുന്ന, ഒരുപാട് ദുഃഖഭാരങ്ങളാൽ നൊമ്പരപ്പെടുന്ന ആയിരങ്ങൾ ഇതിലുണ്ട് കർത്താവേ. അവരെ അവിടുന്ന് ശക്തിപ്പെടുത്തണമേ. അവിടുത്തെ ബലമുള്ള കരങ്ങൾ ഉയർത്തി അവർക്ക് ആവശ്യമായ നന്മകളാൽ അവരെ അനുഗ്രഹിക്കണമേ. ലോർഡ് ബ്ലെസ്. അനുഗ്രഹത്തിന്റെ അഭിഷേകം പതിനായിരങ്ങളിലേക്ക് നിറഞ്ഞൊഴുകട്ടെ. ഈ ശുശ്രൂഷയെ തടസ്സപ്പെടുത്തുന്ന അന്ധകാര ശക്തികള്, നാരകീയ സ്വാധീനങ്ങള്, പൈശാചിക ആധിപത്യ അധികാര പോരാട്ടങ്ങള് യേശു നാമത്തിൽ, യേശു രക്തത്താൽ, യേശു വചനത്താൽ, യേശുവിന്റെ തിരുബലിയുടെ യോഗ്യതകളാൽ നിർവീര്യമാകട്ടെ. കം കം ഹോളി സ്പിരിറ്റ്. ഞങ്ങളെല്ലാവരെയും കർത്താവേ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ. ദൈവീക അനുസരണത്തിൽ ഞങ്ങളെ വളർത്തണമേ. കർത്താവിനോടുള്ള വിശ്വസ്തതയിൽ ഞങ്ങളെ നിരന്തരം കാത്തു സൂക്ഷിക്കണമേ. പരിശുദ്ധ അമ്മേ, തിരുസഭയുടെ അമ്മേ, അമ്മ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മെ അനുഗ്രഹിക്കുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനയോടെ ആയിരിക്കാം. ക്രിസ്മസ് കാലത്തിലേക്ക് നമ്മളെല്ലാവരും പ്രവേശിച്ചിരിക്കുകയാണ്. നമ്മെ തന്നെ വിശുദ്ധീകരിക്കുവാനും പ്രാർത്ഥനയുടെയും കൃപയുടെയും നിറവിലേക്ക് നമ്മൾ ഉയരുവാൻ തിരുസഭ നമുക്ക് തന്നിരിക്കുന്ന ദിവസങ്ങളാണിത്. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് അനുസരണക്കേട് വരുത്തിവെച്ച വിനകൾ. അനുസരണക്കേട് വരുത്തിവെച്ച വിനകളെ കുറിച്ചാണ്. 2-3 ആഴ്ചകളിൽ ഈ വിഷയത്തോട് ബന്ധപ്പെട്ട് കർത്താവിൻ്റെ ആത്മാവ് ഈ നോമ്പുകാലത്തിൽ നമ്മോട് സംസാരിക്കുകയാണ്. വിശുദ്ധ ബൈബിളിലോട്ട് നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് വ്യക്തികളെ നമുക്ക് കാണാൻ പറ്റും. നോഹ ദൈവം കൽപ്പിച്ചതെല്ലാം അവനനുസരിച്ചു. തന്മൂലം ആ വലിയ പ്രളയത്തിൽ നിന്ന് നോഹയുടെ കുടുംബത്തെ കർത്താവ് സംരക്ഷിക്കുകയാണ്. അബ്രഹാം ദൈവത്തോടൊരു അനുസരണത്തിൽ വളർന്നപ്പോൾ വലിയ ജനതകളുടെ പിതാവായി ദൈവം അബ്രഹാമിനെ ഉയർത്തുകയാണ്. നമ്മുടെ പൂർവ്വപിതാക്കന്മാരെയും പ്രവാചകന്മാരെയും എല്ലാം നമ്മൾ നോക്കുമ്പോൾ
അവരെല്ലാം വളർന്നത് കർത്താവിനോടുള്ള അനുസരണത്തിലായിരുന്നു. അവരുടെ ജീവിതത്തിൻ്റെ പവർ അതായിരുന്നു. അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ദൈവ സാന്നിധ്യത്തിൻ്റെ രഹസ്യം അതായിരുന്നു. ഒബീഡിയൻസ്. അവർ അനുസരണത്തിൽ അനുദിനം കർത്താവിൽ വളരുകയായിരുന്നു. എന്നാൽ അനുസരണക്കേടിലൂടെ കർത്താവിൻ്റെ വാക്കുകളെ അവഗണിച്ച പല വ്യക്തികളെയും തിരുവെഴുത്തിൽ നമുക്ക് കണ്ടുമുട്ടാൻ കഴിയും. അവരുടെ ജീവിതം നമ്മൾ പരിശോധിക്കുമ്പോൾ എന്താ കാണാൻ കഴിയുന്നത്? തകർച്ചകളുടെയും നാശങ്ങളുടെയും പല വിധത്തിലുള്ള പരാജയങ്ങളുടെയും അനുഭവങ്ങളാണ്. ഇന്ന് അനേകം ആയിരങ്ങൾ വ്യത്യസ്തങ്ങളായ പ്രതിസന്ധികൾ മൂലം ജീവിതത്തിൽ നട്ടം തിരിയുന്നുണ്ട്. അടിക്കടിക്കുണ്ടാകുന്ന തകർച്ചകൾ, പരാജയങ്ങൾ, ചില നാശങ്ങൾ, ആകസ്മികമായി ഉണ്ടാകുന്ന ചില ദുരന്തങ്ങൾ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതങ്ങളിലേക്ക് വെളിച്ചം വീശുകയാണ്. അനുസരണക്കേട് വരുത്തിവെക്കുന്ന വിനാശങ്ങൾ നമ്മൾ തിരിച്ചറിയണം. 78-ാം സങ്കീർത്തനം 10-ാം തിരുവചനം. അവർ ദൈവത്തിൻ്റെ ഉടമ്പടിയെ ആദരിച്ചില്ല, അവിടുത്തെ നിയമമനുസരിച്ച് നടക്കാൻ കൂട്ടാക്കിയുമില്ല. ഈ വചനത്തിലൂടെ കർത്താവിൻ്റെ ആത്മാവ് എന്താണ് നമ്മോട് സംസാരിക്കുന്നത്? ദൈവത്തിന് ഉടമ്പടിയെ അവർ ആദരിച്ചില്ല, അവർ നെഗ്ലക്റ്റ് ചെയ്യാണ്. സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി, നൈമിഷികമായ സുഖഭോഗങ്ങൾക്ക് വേണ്ടി കർത്താവിൻ്റെ വാക്കുകളെ അവർ ചവിട്ടിക്കളയുന്നു. തന്മൂലം എന്ത് സംഭവിച്ചു? അവരുടെ ജീവിതം തകർച്ചയിലും പരാജയത്തിലും വലിയ നാശത്തിലും കലാശിക്കുകയാണ്. പ്രവാചകനായ യെശയ്യായിലൂടെ കർത്താവ് നമ്മോട് സംസാരിക്കുന്നുണ്ട്. 1-ാം അധ്യായം 18-ാമത്തെ തിരുവാക്യം. അനുസരിക്കുമെങ്കിൽ നിങ്ങൾ ഐശ്വര്യം സമ്പാദിക്കും. എന്നെ ഒരുപാട് സ്വാധീനിച്ച ഒരു തിരുവാക്യമാണിത്. കർത്താവ് നമ്മെ നോക്കിക്കൊണ്ട് പറയാ, നിങ്ങൾ എൻ്റെ വാക്കുകൾ ആദരിച്ചാൽ, നിങ്ങൾ എൻ്റെ വചനങ്ങളെ അനുസരിച്ചാൽ നിങ്ങൾ ഐശ്വര്യം സമ്പാദിക്കും. എന്നാൽ അനുസരിക്കാതെ ധിക്കാരം തുടർന്നാൽ വാളിനിരയായിത്തീരും. നമ്മുടെ ഹൃദയത്തിൽ തുളച്ചു കയറേണ്ട തിരുവാക്യമാണിത്. ദൈവം സ്ട്രെയിറ്റായി നമ്മോട് സംസാരിക്കുക. നിനക്ക് അനുഗ്രഹം വേണോ? നിന്റെ ജീവിതത്തിൽ എൻ്റെ പ്രവൃത്തി വെളിപ്പെടണോ? ഞാൻ നിന്റെ രോഗങ്ങളെ സുഖപ്പെടുത്തണോ? നിന്റെ കുടുംബം അനുഗ്രഹത്തിൻ്റെ കുടുംബമായി മാറണോ? നിന്റെ ജീവിതം ഒരു അത്ഭുതമായി തീരണോ? നീ എൻ്റെ വാക്കുകളെ അനുസരിക്കാൻ തയ്യാറാവുക. ഉദാഹരണത്തിന്, നമ്മൾ വണ്ടി ഡ്രൈവ് ചെയ്ത് റോട്ടിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നൊരു ട്രാഫിക് സിഗ്നൽ വന്നു. ആ സിഗ്നലിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ ഗ്രീൻ ലൈറ്റ് മാറി പെട്ടെന്ന് റെഡ് ലൈറ്റ് ആയി. ഈ റെഡ് ലൈറ്റ് ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുക. നമ്മൾ ഈ സിഗ്നൽ അവഗണിച്ചുകൊണ്ട്, അതുകൊണ്ട് അനുസരണക്കേട് കാണിച്ച് നമ്മൾ മുന്നോട്ട് പോയാൽ എന്ത് സംഭവിക്കും? വലിയ അപകടങ്ങൾ സംഭവിക്കും. നമ്മുടെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടു പോയി എന്ന് വരാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് അനേകരുടെ ജീവിതത്തിലെ പല തകർച്ചകളുടെയും പരാജയങ്ങളുടെയും നാശങ്ങളുടെയും ഒരു അടിസ്ഥാന കാരണം ദൈവം നൽകിയ മുന്നറിയിപ്പുകൾ പലപ്പോഴും അവഗണിച്ച്, അതിനോട് അനുസരണക്കേട് കാണിച്ച് അവർ മുന്നോട്ട് പോയതാണ്. പൂർവ്വപിതാവായ അബ്രഹാമിനെ നോക്കി ദൈവം പറയുന്ന മനോഹരമായൊരു പ്രോമിസ് ഉണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകം 22-ാം അധ്യായം 18-ാമത്തെ തിരുവാക്യം. അബ്രഹാം, ദൈവം വിളിക്കുകയാണ്, അബ്രഹാമേ, നീ എൻ്റെ വാക്കനുസരിച്ചതുകൊണ്ട് നിന്റെ സന്തതി വഴി ലോകത്തിലെ സകല ജനതകളും അനുഗ്രഹിക്കപ്പെടും. അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകപ്പെടുവാനുള്ള താക്കോൽ എന്ന് പറയുന്നത് കർത്താവിനോടുള്ള അനുസരണമാണ്. എന്നാൽ അനുസരണക്കേട്
എന്താണ് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത്? നിയമാവർത്തന പുസ്തകം 28 അധ്യായം 15 വചനത്തിൽ നമുക്ക് വ്യക്തമായി കാണാൻ പറ്റും. കർത്താവ് തന്റെ ജനത്തോട് സംസാരിക്കുക, ഞാൻ നിങ്ങൾക്ക് നൽകുന്ന കൽപ്പനകളും ചട്ടങ്ങളും നിങ്ങൾ അനുസരിക്കാതെ മുന്നോട്ട് പോയാൽ ഈ പറയുന്ന നാശങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. ഹൃദയത്തുറവിയോടെ കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ നമ്മൾ താഴ്മയോടെ ഈ വചനങ്ങളെ സ്വീകരിക്കണം. അനുസരിക്കാതെ നിങ്ങൾ മുന്നോട്ട് പോയാൽ ഈ പറയുന്ന നാശനഷ്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. ഉൽപ്പത്തിയുടെ പുസ്തകം 2, 3 അധ്യായങ്ങളിലോട്ട് നമുക്ക് വരാം. അനുസരണക്കേട് വരുത്തിവെച്ച ഒരു വലിയ വിനാശത്തെക്കുറിച്ച് ഇവിടെ ദൈവത്തിൻ്റെ തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുകയാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 2 അധ്യായം 16, 17 തിരുവാക്യങ്ങൾ. ദൈവമായ കർത്താവ് ആദാമിനോട് പറയും, തോട്ടത്തിലുള്ള എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം നീ ഭക്ഷിച്ചു കൊള്ളുക, എന്നാൽ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിലെ ഫലം നീ തിന്നരുത്, തിന്നുന്ന ദിവസം നീ മരിക്കും. ദൈവം വ്യക്തമായി ആദത്തോട് പറഞ്ഞു, നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിലെ ഫലം നീ തിന്നരുത്, തിന്നുന്ന ദിവസം നീ മരിക്കും. വളച്ചടിച്ചോ ചായ്ച്ചു കെട്ടിയോ ഒന്നുമല്ല ദൈവം പറഞ്ഞത്. വളരെ സ്ട്രെയിറ്റായി ആദത്തിനെ മനസ്സിലാകുന്ന ഭാഷയിൽ ദൈവം അവനോട് സംസാരിച്ചു. നമ്മുടെ ജീവിതങ്ങളിലും ഇതുപോലെ കർത്താവ് ഇടപെടുന്നുണ്ട്. ചില സംഭവങ്ങളിലൂടെ, ചില പരാജയങ്ങളിലൂടെ, ചില തകർച്ചകളിലൂടെ, ചില രോഗപീഠകളിലൂടെ എല്ലാം ദൈവം നമ്മോട് സംസാരിക്കുന്നു. ദൈവം ചില മുന്നറിയിപ്പുകൾ നമുക്ക് നൽകുന്നുണ്ട്. എന്നാൽ എന്താ സംഭവിച്ചത്? മനുഷ്യൻ ദുരന്തത്തിന്റെ വക്കിൽ നിന്ന ചരിത്രമാണ് ഉൽപ്പത്തിയുടെ പുസ്തകം 3 അധ്യായം നമ്മളെ പഠിപ്പിക്കുന്നത്. വളരെ വേദനയോടെ വേണം നമ്മൾ ഈ വചനങ്ങൾ ധ്യാനിക്കുവാനായിട്ട്. എന്തുമാത്രം സൗഭാഗ്യങ്ങൾ, എന്തുമാത്രം നന്മകൾ ദൈവം ആദ്യ മനുഷ്യനായ ആദാമിന് നൽകി. എന്നാൽ എന്ത് സംഭവിച്ചു? 3 അധ്യായം 1 മുതൽ 6 വരെയുള്ള തിരുവാക്യങ്ങൾ. സർപ്പത്തിന്റെ രൂപത്തിൽ പിശാച് ഏദനിലോട്ട് വരികയാണ്. ഈ സമയത്ത് ആദം അവിടെ ഇല്ല. ഹവ്വ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്താണ് പിശാച് വന്നത്. തോട്ടത്തിൽ ഒരു വൃക്ഷത്തിൻ്റെയും ഫലം തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ? വളരെ വളരെ കുതന്ത്രപരമായൊരു ചോദ്യമാണത്. ഒരു വഞ്ചനാത്മകമായ ചോദ്യം. തോട്ടത്തിലെ ഒരു വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത് ദൈവം പറഞ്ഞിട്ടുണ്ടോ? ഹവ്വ പറഞ്ഞു, തോട്ടത്തിലെ എല്ലാ വൃക്ഷങ്ങളിലെ ഫലം ഞങ്ങൾക്ക് ഭക്ഷിക്കാം, എന്നാൽ അറിവിൻ്റെ വൃക്ഷത്തിലെ ഫലം തിന്നരുത് ദൈവം പറഞ്ഞിട്ടുണ്ട്. തിന്നുന്ന ദിവസം നിങ്ങൾ മരിക്കുമെന്ന് ദൈവം ഞങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ പിശാച് ഹവ്വയോട് പറഞ്ഞു. ഇതാണ് സാത്താന്റെ ഡിസെപ്ഷൻ. ഇന്നും ഇതുപോലെ നമ്മളെ പാപം ചെയ്യിച്ച് നമുക്ക് നൽകപ്പെട്ട വരപ്രസാദത്തെ നശിപ്പിച്ചു കളയുവാൻ, നമുക്ക് ലഭ്യമാകുന്ന ദൈവാനുഗ്രഹങ്ങളെ തട്ടിത്തെറിപ്പിക്കുവാൻ സാത്താൻ വളരെ തന്ത്രപൂർവം പല ചതിക്കുഴികളും നമ്മുടെ മുൻപിൽ ഒരുക്കുന്നുണ്ട്. ഇത് വലിയൊരു ചതിക്കുഴിയായിരുന്നു. പിശാച് ഹവ്വയോട് പറഞ്ഞു. ഈ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം, ആദത്തിന്റെ സാന്നിധ്യം അവിടെ ഇല്ല. പലപ്പോഴും നമ്മൾ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്താണ് പ്രലോഭന ചിന്തകള്, പാപചിന്തകള്, ദൈവത്തോട് അനുസരണക്കേട് കാണിക്കാനുള്ള പ്രലോഭനങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കൂടുതലായി കടന്നു വരുന്നത്. നമ്മളൊരു കൂട്ടായ്മയുടെ അനുഭവത്തിലായിരിക്കുമ്പോൾ നമുക്ക് കുറെ സുരക്ഷിതത്വമുണ്ട്.
ഇവിടെ ഹവ തനിച്ചായിരുന്നു. പിശാച് പറഞ്ഞു, ഈ പഴം നിങ്ങൾ തിന്നാൽ നിങ്ങളെ കണ്ണുകൾ തുറക്കപ്പെടും, നന്മ തിന്മകളെ കുറിച്ച് നിങ്ങൾക്ക് ബോധ്യമുണ്ടാകും, നിങ്ങൾ ദൈവത്തെ പോലെയാകും. ഈ കാര്യം ദൈവത്തിനറിയാം. നിങ്ങൾ ദൈവത്തെ പോലെയാകുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല. നിങ്ങളെ കണ്ണുകൾ തുറക്കപ്പെടും. പിശാച് പറഞ്ഞ നുണയിൽ ഹവ വിശ്വസിക്കുകയാണ്. ദൈവം പറഞ്ഞ വാക്കുകളെ അവഗണിച്ചുകൊണ്ട് കർത്താവിന്റെ വചനത്തെ ധിക്കരിച്ച് പിശാച് പറഞ്ഞ നുണയിൽ ഹവ വിശ്വസിച്ചു. ഇത് തന്നെയാണ് ഇന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അനേകം ആയിരങ്ങളെ നിത്യനാശത്തിലേക്ക് പിശാച് നയിച്ചുകൊണ്ടിരിക്കുക. വഴിവിട്ട ലൈംഗികതകളും സുഖലോലുപതകളും പാപത്തിന്റെ മ്ലേച്ഛതകളും നൈമിഷികമായ സുഖങ്ങളും അനേകർക്ക് പകർന്നു കൊടുത്ത് ആത്മരക്ഷയെ തടസ്സപ്പെടുത്തി നിത്യനരകത്തിന് അവരെ അർഹരാക്കി ഇന്ന് പിശാച് മാറ്റുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, പിശാചിന്റെ നുണകളിലല്ല, നമ്മുടെ കർത്താവിൻ്റെ വാക്കുകളിൽ വിശ്വസിക്കുവാനും അതിനനുസരിക്കുവാനുമുള്ള തീരുമാനം നമുക്കുണ്ടെങ്കിൽ നമ്മൾ സുരക്ഷിതരാകും. ഈ ലോക ജീവിതത്തിലും നിത്യതയിലും നമുക്ക് കർത്താവിനോട് കൂടെ ആയിരിക്കാനായി കഴിയും. എന്താ സംഭവിച്ചത്? ആ പഴം നല്ല ആസ്വാദ്യകരവും അത് കണ്ണിന് കൗതുകകരവും അത് അറിവേകാൻ അഭികാമിയുമാണെന്ന് കണ്ട് ഹവ്വ അത് പറിച്ചു തിന്നു. അവൾ തൻ്റെ ഭർത്താവായ ആദാമിന് കൊടുത്തു. ആദവും അത് കഴിക്കുകയാണ്. ആ പഴം നീ തിന്നരുത്, തിന്നുന്ന ദിവസം നീ മരിക്കുമെന്നുള്ള കർത്താവിൻ്റെ വാക്കുകളോട് അനുസരണക്കേട് കാണിച്ച് അതിനെ ചവിട്ടിക്കളഞ്ഞ് പിശാച് പറഞ്ഞ നുണയിൽ വിശ്വസിച്ച് അവർ ആ ഫലം തിന്നുകയാണ്. തന്മൂലം എന്താ സംഭവിച്ചത്? അനുസരണക്കേട് വരുത്തിവെച്ച വലിയ വിനാശമാണ് ഈ തിരുവെഴുത്തിലൂടെ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത്. എൻ്റെ സഹോദര സഹോദരി, ഇത് നമുക്കുള്ള സ്വർഗീയ ദൂതാണ്. നമ്മുടെ ജീവിതങ്ങൾ കൂടുതൽ കൃപയിൽ, അഭിഷേകത്തിൽ, ആത്മനിറവിൽ, ദൈവ സാന്നിധ്യത്തിൽ വളരണമെങ്കിൽ കർത്താവിനോടുള്ള അനുസരണത്തിൽ അനുദിനം വളരുവാനുള്ള ആവേശവും തീരുമാനവും നമുക്കുണ്ടാകണം. ഉൽപ്പത്തിയുടെ പുസ്തകം 3-ാം അധ്യായം 23-24 തിരുവചനങ്ങൾ. എന്താണ് അതിന് റിസൾട്ട്? ദൈവമായ കർത്താവ് പറുദീസയിൽ നിന്ന്, ഏദൻ തോട്ടത്തിൽ നിന്ന് അവരെ പുറത്താക്കി മണ്ണിനോട് മല്ലിടുവാൻ അവരെ വിടുകയാണ്. അവർക്ക് പറുദീസ നഷ്ടപ്പെടുകയാണ്. കർത്താവുമായിട്ടുണ്ടായിരുന്ന ആ വിട്ടുപിരിയാത്ത കൂട്ടായ്മ അവർക്ക് നഷ്ടപ്പെട്ടു. ദൈവസാന്നിധ്യ അനുഭവം അവർക്കില്ലാതായി. അവർ നിരാശിതരും കുറ്റപ്പെടുത്തുന്നവരും അസംതൃപ്തരും പിറുപിറുക്കുന്നവരുമായിട്ട് മാറി. ഉൽപ്പത്തിയുടെ പുസ്തകം 3-ാം അധ്യായം 17-18 വാക്യങ്ങൾ. കർത്താവ് ആദത്തോട് പറഞ്ഞു, തിന്നരുതെന്ന് ഞാൻ പറഞ്ഞ ഫലം സ്ത്രീയുടെ വാക്ക് കേട്ട് നീ തിന്നതുകൊണ്ട് നീ മൂലം മണ്ണ് ശപിക്കപ്പെട്ടതായിരിക്കും. അത് നിനക്കായി മുള്ളും മുൾച്ചെടികളും മുളപ്പിക്കും എന്ന് പറഞ്ഞാൽ വേദനകള്, ദുഃഖദുരിതങ്ങള്, കഷ്ടതകള് മനുഷ്യവർഗത്തിന് മേൽ നിബന്ധിക്കുകയാണ് അനുസരണക്കേടിലൂടെ. ജ്ഞാനത്തിൻ്റെ പുസ്തകം 2-ാം അധ്യായം 24-ാം വചനത്തിൽ പിശാചിന്റെ അസൂയ നിമിത്തം മരണം ലോകത്തിൽ പ്രവേശിച്ചു. അനുസരണക്കേട് വരുത്തിവെച്ച വിനാശങ്ങൾ എന്തൊക്കെയായിരുന്നു? മനുഷ്യവർഗത്തിൻ്റെ മേൽ വേദനകളും കണ്ണുനീരുകളും കഷ്ടപ്പാടുകളും ദുഃഖദുരിതങ്ങളും നിത്യമായ മരണവും കടന്നു വരികയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്കൊരു തീരുമാനമുണ്ടാകണം. ഞാനായിരിക്കുന്ന സാഹചര്യങ്ങളിൽ, ഞാൻ എവിടെയായിരുന്നാലും ഞാൻ എൻ്റെ കർത്താവിൻ്റെ വാക്കുകളെ അനുസരിക്കുന്നവളാകും. ഈ ലോകത്തിൽ മറ്റെന്തിനേക്കാളും ഉപരി ഞാൻ ദൈവവചനത്തെ മാനിക്കും. ഈ നോമ്പ് കാലത്ത്
നമുക്ക് പുതിയ പുതിയ തീരുമാനങ്ങൾ ഉണ്ടാകട്ടെ. നമ്മൾ ഇറച്ചി ഉപേക്ഷിച്ചു, മത്സ്യം ഉപേക്ഷിച്ചു. ഇതുമാത്രമല്ല പ്രിയപ്പെട്ടവരെ, കർത്താവിന് ഹിതകരമല്ലാത്ത, കർത്താവിനെ വേദനിപ്പിക്കുന്ന, കർത്താവിനെ ദുഃഖിപ്പിക്കുന്ന, കർത്താവിൻ്റെ ഹൃദയത്തെ നൊമ്പരപ്പെടുത്തുന്ന സകല പാപങ്ങളെയും അനുസരണക്കേടുകളെയും വിട്ടുകളയാനുള്ള തീരുമാനമാണ് ഈ നോമ്പ് കാലത്ത് നമുക്കെല്ലാവർക്കും ഉണ്ടായിരിക്കേണ്ടത്. അതിനായി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവാണ്. ഇന്നോളം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്ത എല്ലാ അനുസരണക്കേടുകളെ ഓർത്ത് മാപ്പ് ചോദിച്ച്, കർത്താവേ, ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ ശക്തി, പുത്തൻ കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കുടുംബങ്ങൾ ദൈവ സാന്നിധ്യത്തിൻ്റെ കുടുംബങ്ങളാകട്ടെ. ഈ ഒരു ആഗ്രഹത്തോടെ ഒരു നിമിഷം നിങ്ങൾ മുട്ടുകുത്തി യെസ്, കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നമ്മൾ ഒരുമിച്ച് യേശു നാമം വിളിച്ച് പ്രാർത്ഥിക്കാൻ പോവാണ്. ആ നാമം അത്ഭുതത്തിന്റെ നാമമാണ്. ആ നാമം കൃപയുടെ നാമമാണ്. ആ നാമം വിമോചിപ്പിക്കുന്ന നാമമാണ്. എല്ലാ അനുസരണക്കേടിന്റെ കളകളിലേക്കും സ്വർഗത്തിന് തീയായി പരിശുദ്ധാത്മ ഇറങ്ങി വരട്ടെ. അതെല്ലാം കരിഞ്ഞു പോകട്ടെ. നമ്മൾ ഒരുമിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധനായ കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വർഗത്തിന്റെ തീ നൽകണമേ. സ്വർഗീയ തീയായ പരിശുദ്ധാത്മാവേ, ആയിരങ്ങളിൽ പതിനായിരങ്ങളിൽ കത്തിപ്പെടണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ പിശാച് വിതച്ചിരിക്കുന്ന അനുസരണക്കേടിന്റെ കളകളെ കരിച്ചു കളയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ പരിശുദ്ധാത്മാവിനെ അഭിഷേകം ചെയ്യണമേ. ജീവിതങ്ങള്, കുടുംബങ്ങള്, സഭാ സമൂഹങ്ങള്, കൂട്ടായ്മകള്, ദേശാന്തരങ്ങള് അനുഗ്രഹിക്കപ്പെടട്ടെ. ബ്ലെസ് ലോർഡ്. കർത്താവേ, അവിടുത്തെ ബലമുള്ള കരങ്ങളുടെ കീഴെ ഞങ്ങളെ മറയ്ക്കണമേ. അനുസരണത്തിലും വിശ്വാസത്തിലും വിശുദ്ധിയിലും വിശ്വസ്തതയിലും ഞങ്ങളെ വളർത്തണമേ. താങ്ക് യു ജീസസ്. വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളെയും നമ്മുടെ കുടുംബത്തിന്റെ സകല ആവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആരാധനയുടെ നിമിഷങ്ങളിൽ ആത്മനാഥനെ കാണുവാൻ ആരാധകരിവർ കാത്തിരിപ്പു. പരിശുദ്ധ കുർബാനയായി ദിവ്യകാരുണ്യമായി ഞങ്ങളുടെ മധ്യേ കടന്നു വന്ന ഞങ്ങളുടെ പൊന്നു കർത്താവേ, അവിടുത്തെ സാന്നിധ്യത്തിന് മുൻപിൽ ഞങ്ങൾ അങ്ങേ ആരാധിക്കുകയാണ്. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ പഠിപ്പിച്ചു അനുസരണക്കേട് വരുത്തിവെച്ച വിനാശത്തെക്കുറിച്ച്. കർത്താവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. കർത്താവേ, അവിടുത്തെ ചോരയാൽ ഞങ്ങളെ കഴുകണമേ. ഈ ഒരു പ്രാർത്ഥനയോടെ നിലവിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. യേശു നൽകുന്ന സൗഖ്യം, യേശു നൽകുന്ന വിമോചനം, യേശു നൽകുന്ന ആത്മാഭിഷേകം സ്വന്തമാക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ഒരുമിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്ഭുതങ്ങളുടെ ദൈവമേ, കരങ്ങൾ നീട്ടണമേ. കർത്താവേ, ഇന്നോട് ഞങ്ങൾ അനുഗ്രഹിച്ചതിനായി, ഞങ്ങളെ കരം പിടിച്ച് നയിച്ചതിനായി, ഞങ്ങളെ വിശുദ്ധീകരിച്ചതിനായി, ഞങ്ങളെ സുഖപ്പെടുത്തിയതിനായി നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്. അനുദിനം അവിടുത്തോടുള്ള അനുസരണത്തിൽ ഞങ്ങളെ വളർത്തണമേ. അനുസരണത്തിന്റെ ആത്മാവായി പരിശുദ്ധാത്മാവേ, ഞങ്ങളെല്ലാം അവിടുന്ന് ശക്തിപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അടുത്ത ആഴ്ച ദൈവവചനത്തിൽ നമ്മൾ ധ്യാനിക്കുന്നത് അനുസരണക്കേട് വരുത്തിവെച്ച വിനാശത്തിൻ്റെ 2ാം ഭാഗമാണ്. പ്രാർത്ഥിച്ചൊരുങ്ങി ഈ ശുശ്രൂഷയിലേക്ക് നമുക്കെല്ലാവർക്കും കടന്നു വരാം. മഹത്വമേ, മഹത്വമേ, മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ,
മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ കർത്താവേ മഹത്വത്തിൻ സാന്നിധ്യം മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ